സമയം രാവിലെ 6 മണിയായെങ്കിലും നേരം നന്നായിട്ട് വെളുത്തിട്ടില്ല. ഞാൻ താമസിക്കുന്ന ലീമിങ്ടൺ ഹോട്ടലിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. ഒരു ടാക്സി വരണം. ഹോട്ടലിലെ റിസപ്ഷനിൽ നിന്ന് ടാക്സി വിളിച്ചിട്ടുണ്ട്, ഉടനെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ മയാമിയിലാണ്, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉല്ലാസ നഗരങ്ങളിലൊന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ദീർഘമായൊരു യാത്ര ഈ മയാമിയിൽ നിന്ന് പോവുകയാണ്. അതിനുവേണ്ടിയാണ് രാവിലെ തന്നെ ഒരുങ്ങി റെഡിയായിരിക്കുന്നത്. കുറച്ചങ്ങനെ കാത്തു നിൽക്കുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ ടാക്സി കയറി വന്നു. അതെനിക്കുള്ളതാണെന്ന് മനസ്സിലായി. ആ സമയത്ത് വേറെ ആരുമില്ല ഹോട്ടലിന് മുമ്പിൽ. അപ്പോൾ എനിക്ക് പോകേണ്ടത് ഐക്കിയ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോറൂമുണ്ട് മയാമി നഗരത്തിൻ്റെ ഒരു ഭാഗത്ത്. അവിടെ എത്തണം. അവിടേക്കല്ല എനിക്ക് പോകേണ്ടത്. ടാക്സി വിളിച്ച് ഇന്നത്തെ ദീർഘമായ യാത്രയ്ക്ക് പോകലും സാധ്യമല്ല. അവിടേക്ക് ചെന്നാൽ അവിടെ വെച്ച് 2 മലയാളികളെ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റും. അവിടേക്ക് അവരെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. ഐക്കിയയുടെ മുന്നിൽ രാവിലെ 6:30 കാത്തു നിൽക്കണമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത് കീ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. കീ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്ന്. അമേരിക്കയിൽ ഇത്രയേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടോ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. പലപ്പോഴും മലയാളികൾ പേര് കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായൊരു സ്ഥലമാണ് ഈ കീ വെസ്റ്റ്. ഈ കീ വെസ്റ്റിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ 6:30 പുറപ്പെട്ടാൽ ഒരു 4 മണിക്കൂർ കൊണ്ടേ നമ്മൾ കീ വെസ്റ്റിലെത്തുള്ളൂ. ഈ കീ വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂഭാഗമാണ്. ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഒരു സ്റ്റേറ്റാണത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കും മെക്സിക്കൻ ഉൾക്കടലിലേക്കും ഇറങ്ങിക്കിടക്കുന്ന ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൻ്റെ തെക്ക് കിഴക്കേ മുനമ്പിൽ നിന്ന് വീണ്ടും കടലിലേക്ക് ഏതാണ്ട് ഒരു 300 കിലോമീറ്റർ നീളത്തിൽ നീണ്ടു കിടക്കുന്ന ദ്വീപുകളുടെ ഒരു ചെയിനുണ്ട്, ഒരു നെറ്റ്വർക്ക്, ഒരു മാല പോലെ കിടക്കുന്ന കുറേ ദ്വീപുകൾ. അത് 300 ചില്ലുവാനം കിലോമീറ്റർ നീളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ആ ദ്വീപ് സമൂഹത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കീ വെസ്റ്റ് എന്ന് പറയുന്ന ദ്വീപിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഈ നിരവധി ദ്വീപുകളുള്ള ഈ മാലയിലൂടെ സഞ്ചരിക്കുന്നത് വിചിത്രമായൊരു പാതയിലൂടെയാണ്. മൺചിറകളും പാലങ്ങളും എല്ലാം കടന്ന് മനുഷ്യൻ്റെ ഒരു അത്ഭുത നിർമ്മിതിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഓവർസീസ് ഹൈവേ എന്ന് പറയുന്ന ഒരു ഹൈവേയിലൂടെ ഓടി വേണം നമുക്ക് ഈ കീ വെസ്റ്റിലെത്താൻ. കീ വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു അത്ഭുത ഭൂപ്രദേശമാണ്. അമേരിക്കയിൽ എത്തുന്ന ആളുകൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം. പക്ഷേ അധികം മലയാളികൾ ആ കാഴ്ച കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തവണത്തെ ആ മയാമി ട്രിപ്പിൽ അല്ലെങ്കിൽ ഫ്ലോറിഡ ട്രിപ്പിൽ ഈ കീ വെസ്റ്റിലൂടെ ഒന്ന് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ സുനിൽ തൈമറ്റ് എന്ന് പറയുന്ന ഒരു തൊടുപുഴക്കാരനുണ്ട്. പുള്ളി അവിടുത്തെ മാധ്യമപ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സജീവ സാന്നിധ്യമാണ്. ഏഷ്യാനെറ്റിലെ എൻ്റെ സുഹൃത്ത് അനിൽ അടൂരാണ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സുനിൽ തൈമറ്റം ഇന്ന് റെഡിയാണ്. അദ്ദേഹം കാറുമായിട്ട് ഐക്കിയയുടെ മുന്നിൽ വരും 6:30 കൃത്യം. അങ്ങനെ ഈ ടാക്സി ഓടി ഐക്കിയയുടെ മുന്നിലെത്തുന്നു. ഡ്രൈവർ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇവിടെയല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ മറ്റു കാറുകളൊന്നുമില്ല, വേറെ അധികം മനുഷ്യരില്ല, വിജനമായി കിടക്കുകയാണ്. ഏതായാലും ഞാൻ അവിടെ ഇറങ്ങി ടാക്സിക്കാരൻ്റെ കൂലി കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു. ഒരു ചുവന്ന കാറ് ഈ ഐക്കിയയുടെ മുന്നിലേക്ക് കയറി വരുന്ന കണ്ടു. ഒരു ചുവന്ന ലക്സസ് കാറാണ്. ആ കാർ എൻ്റെ അടുത്ത് വന്ന് നിന്നു. അതിനകത്ത് സുനിൽ തൈമറ്റമുണ്ട്. അദ്ദേഹമാണ് കാർ ഓടിക്കുന്നത്. ഞാൻ ഫ്രണ്ടിലെ സീറ്റിലേക്ക് ചെന്ന് കയറി. അപ്പോൾ പുറകിലൊരാളും കൂടെ ഉണ്ട്. അത് സുനിലിൻ്റെ ഒരു സുഹൃത്താണ്, മത്തായി. ഇനി ദീർഘമായ യാത്രയാണ്. നമ്മളിനി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരെ തെക്കോട്ടാണ് പോകുന്നത്. തെക്കോട്ട് പോകും തോറും ഈ ഫ്ലോറിഡ സ്റ്റേറ്റിൻ്റെ അതിരിലേക്ക് എത്തുകയാണ്, കടൽ തീരത്തേക്ക് എത്തുകയാണ്. അവിടെ വിജനമായ ഭൂപ്രദേശങ്ങളാണ്, വലിയ ചതുപ്പ് പ്രദേശങ്ങൾ, ധാരാളം തെങ്ങുകൾ വളരുന്ന തൊടികൾ. കേരളത്തിലും ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്ന തരം വൃക്ഷലതാദികൾ. 6-8 വരിയുള്ള പാതകളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെറും 2 വരി പാതകളായിട്ട് മാറുന്നു. ആ പാതയിലൂടെയാണ് നമ്മൾ തെക്കോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഭൂമി നേർത്ത് വരുന്നു, ഇടുങ്ങി വരുന്നു. പിന്നെ നോക്കുമ്പോൾ കണ്ടൽക്കാടുകളാണ് ചുറ്റും കാണുന്നത്. ഈ കണ്ടൽക്കാടുകൾക്ക് മുകളിലൂടെയുള്ള പാതയിലൂടെ 2 വരി പാതയിലൂടെ നമ്മൾ തെക്കോട്ട് പോകുകയാണ്. പിന്നെയും ഭൂമി ഇടുങ്ങി വരുന്നു. നമ്മുടെ റോഡിൻ്റെ മാത്രം വീതിയുള്ള കരയായി അത് മാറുന്നു. കുറച്ച് കഴിയുമ്പോൾ പാലങ്ങളിലൂടെയായി പോകുന്നു. പാലം ഇറങ്ങിച്ചെല്ലുന്നത് ചെറിയ ദ്വീപുകളിലേക്കാവുന്നു. ഈ ദ്വീപുകൾ പലതും വെള്ളിമടലിൻ്റെ ദ്വീപുകളാണ്, ചെറിയ ദ്വീപുകൾ. മാൽദീവ്സിലൊക്കെ നമ്മൾ കാണുന്ന തരം ദ്വീപുകൾ. ഈ ദ്വീപിലൂടെ പാത വീണ്ടും കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും 1-2 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ഉൾക്കടലിൻ്റെ മുകളിലേക്ക് എത്തുന്നു. ഇളം നീല നിറമുള്ള ധാരാളം ബോട്ടുകളും യോട്ടുകളും വിശ്രമിക്കുന്ന ഉല്ലാസത്തിൻ്റെ കേന്ദ്രമായ ഒരു കടൽ തീരം. ആ കടലിൻ്റെ മുകളിലൂടെയുള്ള പാലം ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത ദ്വീപിലേക്ക് എത്തുന്നു. ഇങ്ങനെ ദ്വീപുകളും പാലങ്ങളും ദ്വീപുകളും കടന്നുള്ള ദീർഘമായ യാത്ര. അങ്ങനെ ഓടി നമ്മളൊരു വലിയ ദ്വീപിൻ്റെ മുകളിലേക്ക് എത്തുകയാണ്. ആ ദ്വീപിലേക്ക് ലാൻഡ് ചെയ്യുന്നു. പാലം ഇറങ്ങി ആ ദ്വീപിലേക്ക് ഇറങ്ങുന്നു. കീ ലാർഗോ എന്നാണ് അതിൻ്റെ പേര്. ഈ ലാർഗോ എന്നാണ് ദ്വീപിൻ്റെ പേര്. കീ എന്ന് പറഞ്ഞാൽ
വളരെ ചെറിയ ടൈനി ആയിട്ടുള്ള ഐലൻഡുകൾക്ക് കീ എന്നാണ് പറയുന്നത്. അപ്പോൾ കീ ലാർഗോ എന്ന് പറഞ്ഞാൽ ലാർഗോ ദ്വീപ് എന്നതിന് അർത്ഥമുള്ളൂ. ആ ദ്വീപിലേക്ക് ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും സുനിൽ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ, വിശപ്പ് തുടങ്ങി. എന്നോട് ചോദിച്ചു എന്ത് ഭക്ഷണം വേണം. ഞാൻ പറഞ്ഞു എനിക്ക് സൗത്ത് ഇന്ത്യൻ ഇഡ്ഡലി സാമ്പാർ ചട്നി കിട്ടുമോ. അത് കിട്ടാൻ സാധ്യതയില്ല ഇവിടെ. കാരണം ഇങ്ങോട്ട് വരുന്നത്, ഈ പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നത്, ഉല്ലാസയാത്രയ്ക്ക് വരുന്നത് മുഴുവൻ പാശ്ചാത്യരായ സായിപ്പുമാരാണ്. യൂറോപ്പിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നു. അവരുടെ കാരവനുകൾ, അവരുടെ യോട്ടുകൾ, ബോട്ടുകൾ, ഇതൊക്കെ അടുക്കുന്ന സ്ഥലങ്ങൾ, അത് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വേണ്ടി ഇവിടെ ഇനി അങ്ങോട്ടുള്ള 300 കിലോമീറ്റർ ദൂരവും ടൂറിസത്തിൻ്റെ സജീവമായ കേന്ദ്രങ്ങളാണ്. ടൂറിസം എങ്ങനെയൊക്കെ ആവാം, എത്രയാവാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്ന സ്ഥലങ്ങളാണ്. എന്തെന്ത് അത്ഭുതങ്ങളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അറിയോ. അതിമനോഹരമായ ബീച്ചുകൾ, മണൽ തീരങ്ങൾ, ഇളം നീല നിറമുള്ള കടൽ, കുറച്ച് അകലേക്ക് ചെല്ലുന്നതോറും അത് കടും നീല നിറമാകുന്നു. മാൽദീവ്സിൻ്റെ ഒരു ആകാശക്കാഴ്ചയിൽ എക്സാക്റ്റ്ലി അതുപോലെ തന്നെയുള്ള ഭൂപ്രദേശങ്ങൾ, നമ്മളെ കൊതിപ്പിക്കുന്ന സ്ഥലങ്ങൾ. വഴിയോരത്ത് നോക്കുമ്പോൾ കാണുന്നത് മുഴുവൻ ചെറിയ ചെറിയ ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഒക്കെയാണ്. വമ്പൻ റിസോർട്ടുകളും വമ്പൻ ഹോട്ടലുകളും ഇടയ്ക്കിടയ്ക്ക് കാണാം. അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ, ബൈക്ക്, കാറൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങൾ, യോട്ടുകളും ബോട്ടുകളും വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ, ഫിഷിംഗ് ടൂറുകൾക്ക് പോകാനുള്ള ബോട്ടുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് മാത്രമുള്ള ദ്വീപുകളൊരു സമൂഹം. അതിങ്ങനെ ഒരു വാല് പോലെ, ഒരു മാല പോലെ കിടക്കും, ഒറ്റ നീളത്തിൽ 300 കിലോമീറ്റർ. അതിൽ ഓരോ ദ്വീപിലും കയറി ഇറങ്ങി വേണം നമ്മൾ പോകാൻ. അങ്ങനെ ഓടുമ്പോൾ വലിയൊരു ഫുഡ് കോർട്ടുള്ള ഒരു കെട്ടിടം. ഇവിടെ കയറിയ എന്തെങ്കിലും നമുക്ക് തപ്പിപ്പിടിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് വണ്ടി പാർക്ക് ചെയ്തു, ഇറങ്ങി. ഇതിനകത്ത് നിരവധി ബ്രാൻഡഡ് ഫുഡ് ചെയിനുകളാണ്. അത് KFCയും മക്ഡൊണാൾഡ്സും ഒക്കെ പോലുള്ളത് തന്നെ. ഉടനെ കുറേ ചുറ്റി നടന്നിട്ടും വ്യത്യസ്തമായി ഒന്നും കാണുന്നില്ല. ഈ സായിപ്പിന് വേണ്ട വിഭവങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയുള്ളതാണ്. അപ്പം മക്ഡൊണാൾഡ്സിൽ തന്നെ പോയി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ മക്ഡൊണാൾഡ്സിലെ ഈ ഹാംബർഗറൊന്നും എനിക്കിഷ്ടമില്ല. അതൊന്നും വേണ്ട, വേറെ സാധനമുണ്ട്. ദോശയായ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു ദോശയായ ഒരു കുഴപ്പമില്ല. ദോശ കിട്ടുമോ? വെറുതെ പറ്റിക്കരുത്. ദോശയ്ക്ക് പുളി അല്പം കുറവായിരിക്കും. ഞാൻ പറഞ്ഞു പുളി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ മക്ഡൊണാൾഡ്സിൽ പോയി എന്നെ ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് സുനിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്തു. എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് പുള്ളി 2 പ്ലേറ്റും താങ്ങി പിടിച്ച് വന്നു. മത്തായിയുടെ പ്ലേറ്റും കൊണ്ടുവന്നു. സംഭവം ദോശ തന്നെയാണ്, പക്ഷേ ചട്നിയില്ല, സാമ്പാറില്ല. ഇതിനിവിടെ പറയുന്നത് പാൻ കേക്ക് എന്നാണ്. ഇത് കഴിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിലേക്ക് ആദ്യം ബട്ടർ പുരട്ടണം. ബട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യത്തിന്. ബട്ടർ പുരട്ടണം. ഈ ബട്ടർ പുരട്ടി കഴിഞ്ഞിട്ട് സുനിൽ ഒരു കുപ്പിക്കകത്ത് നിന്ന് തേൻ പോലൊരു വസ്തു ഇതിൻ്റെ മുകളിലേക്ക് ഒഴുകി. ഞാൻ ചോദിച്ചു ഇതെന്താ തേനാണോ? അല്ല, ഇത് മേപ്പിൾ സിറപ്പാണ്. ഈ ബട്ടറും പുരട്ടി മേപ്പിൾ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് മടക്കി അല്ലെങ്കിൽ മുറിച്ചൊന്ന് കഴിച്ചു നോക്കി. സുനിൽ നിർദ്ദേശിച്ച പോലെ തന്നെ ഞാൻ അഭ്യാസം എല്ലാം കാണിച്ചു, മടക്കി കഴിച്ചു. സംഭവം അല്പം മധുരമാണെങ്കിലും കൊള്ളാം. നമുക്ക് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാർക്ക് പോയാൽ രാവിലെ കഴിക്കാൻ പറ്റിയൊരു വിഭവം ഈ പാൻ കേക്കും മേപ്പിൾ സിറപ്പും ബട്ടറും കൂടിയുള്ള വിഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. മധുരമുണ്ട്. ഈ മേപ്പിൾ സിറപ്പ് എന്ന് പറഞ്ഞാൽ മേപ്പിൾ മരം ടാപ്പ് ചെയ്തെടുക്കുന്ന ഒരു കറയാണ്, ഒരു തരം. അതിൻ്റെ ഊറി വരുന്ന ഒരു കറ പോലത്തെ ഒരു വസ്തുവാണ്. നമ്മുടെ റബ്ബർപ്പാലൊക്കെ ശേഖരിക്കുന്നത് പറഞ്ഞാൽ ഇതിങ്ങനെ ശേഖരിക്കും. ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ ഉപയോഗിക്കുന്നൊരു പ്രധാന വസ്തുവാണ് ഈ മേപ്പിൾ സിറപ്പ്. അതായത് തേൻ പോലെ ഇരിക്കും. അതായത് പലതിൻ്റെ ഈ പാൻ കേക്കിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അവരത് കഴിക്കും. ഇളം മധുരം. ഈ മേപ്പിൾ സിറപ്പ് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇത് ലഭ്യമാണ്. ചെറിയ മധുരമുള്ള ഒരു തേൻ പോലത്തെ ഒരു കൊഴുത്ത ദ്രാവകം. ഏതായാലും നല്ലൊരു കാപ്പിയും കൂടെ കുടിച്ചതോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കുശാലായി. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ യാത്ര തുടരുമ്പോൾ സുനിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെയൊക്കെ എന്തായിരുന്നു കാഴ്ചകൾ? ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ സെലിബ്രിറ്റികളുടെ വീട് കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു വൈകിട്ടാണ് അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഒരു സ്ഥലത്തേക്ക് പോയത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യൂബയിൽ പോയിട്ടുണ്ടോ? മയാമിയിലെ ക്യൂബ ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ അകലെയുള്ള ദ്വീപല്ലേ? ഞാൻ പറഞ്ഞു അതെ, അതാണ് യഥാർത്ഥ ക്യൂബ. പക്ഷേ മയാമിയിലൊരു ലിറ്റിൽ ഹവാനയുണ്ട്. ക്യൂബയുടെ തലസ്ഥാനമാണല്ലോ ഹവാന. ഹവാനയിലുള്ള അല്ലെങ്കിൽ ക്യൂബയിലുള്ള മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഈ മയാമിയിലുണ്ട്. ഞാനവിടെ പോയി. പക്ഷേ ഇവരവിടെ പോയിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ 1959 ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ അധികാരത്തിൽ വന്നപ്പോൾ, കമ്മ്യൂണിസം അധികാരത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ഒത്തിരി അമേരിക്കൻ പക്ഷപാതികളുണ്ട്. ഇനി ഈ രാജ്യം തകർന്നു, ഇനി രക്ഷയില്ല എന്ന് കരുതി അന്ന് നാട് വിട്ട് അഭയാർത്ഥികളായിട്ട് അമേരിക്കയുടെ ഈ ഫ്ലോറിഡ തീരത്തേക്ക് ബോട്ടിലും മത്സ്യബന്ധന ബോട്ടുകളിലും ഒക്കെ ആയിട്ട് വന്നു കയറിയ നിരവധി ആളുകളുണ്ട്. അവരൊരു തൽക്കാലത്തേക്ക് വന്നതാണ്. തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്തിരുന്നത് കൊണ്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായ നിലപാടുകൾ എടുത്തിരുന്നത് കൊണ്ടും
ഇവരധികാരത്തിൽ വന്നാൽ ഇവർ പണിഷ് ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ കള്ളബോട്ട് കയറി വന്നിറങ്ങിയവരാണ്. അവർ കുറേ കാലം കാത്തിരുന്നു. ഫിഡൽ കാസ്ട്രോയുടെ ഭരണം ഇപ്പോൾ തീരും, അയാളെ അമേരിക്ക അട്ടിമറിക്കും, അല്ലെങ്കിൽ CIA അയാളെ ഒതുക്കും എന്നൊക്കെ കരുതി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫിഡൽ കാസ്ട്രോ കൂടുതൽ ശക്തനായി വന്നു. അതോടെ ഇവർക്ക് മനസ്സിലായി ഇനി തിരിച്ചുപോക്കുണ്ടാവില്ല. അങ്ങനെ വന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവർ മയാമിയുടെ അല്പം തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ഇവർ കൂട്ടമായിട്ടൊരു കോളനി ഉണ്ടാക്കി താമസം ആരംഭിച്ചു. ക്രമേണ അത് ലിറ്റിൽ ഹവാന എന്നറിയപ്പെട്ടു. കെന്നഡിയുടെ കാലത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു. പക്ഷേ ജീവിക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ ക്യൂബൻ സംസ്കാരം ഇവിടെ വിൽക്കാൻ തീരുമാനിച്ചു. അമേരിക്കയിൽ അക്കാലം വരെ ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന ചുരുട്ട്, സിഗരറ്റ് ഇതൊക്കെ ക്യൂബയിൽ നിന്നായിരുന്നു. ക്യൂബൻ സിഗാർ എന്നറിയപ്പെടുന്ന ചുരുട്ടുകൾ. ക്യൂബക്കാർ കുടിയേറിയെത്തി ഈ ഹവാനയിൽ അവർ ക്യൂബൻ ചുരുട്ടുണ്ടാക്കാൻ തുടങ്ങി. അത് മെക്സിക്കോയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പുകയില കൊണ്ട് അവരവിടെ തന്നെ ചുരുട്ടുകളുണ്ടാക്കി. എക്സ്പേർട്സായിരുന്നു അവർ. അതുപോലെ തന്നെ ക്യൂബൻ വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ആരംഭിച്ചു. ക്യൂബൻ കരകൗശല വസ്തുക്കൾ ആരംഭിച്ചു. ക്യൂബൻ മദ്യം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കക്കാർക്ക് ക്യൂബയെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് ഈ ഹവാനയൊക്കെ മാറി. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ ലിറ്റിൽ ഹവാന. അപ്പം അവിടേക്ക് പോകാൻ ബസ് കിട്ടും. ഇന്നലെ ഞാൻ ആ ക്രൂസെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നടന്ന് ചെല്ലുമ്പോഴാണ് ഈ ലിറ്റിൽ ഹവാനയിലേക്ക് പോകുന്ന ബസ്സുകൾ പുറപ്പെടുന്നൊരു സ്ഥലം ഞാൻ കാണുന്നത്. കുറച്ച് ട്രോളി ബസ്സുകളാണ് കിടക്കുന്നത്. ട്രോളി എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് പണിത തരം ബസ്സുകൾ. ഇത്തരം ബസ്സുകളിൽ കയറിയാൽ ഈ ലിറ്റിൽ ഹവാനയിലേക്ക് പോകാമെന്ന് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഞാൻ ഇത്തരം ഒരു ട്രോളി ബസ്സിനകത്തേക്ക് ചെന്ന് കയറി. അതിനകത്ത് ഡ്രൈവറുണ്ട്. ഡ്രൈവറോട് ചോദിച്ചു, എനിക്ക് ലിറ്റിൽ ഹവാന വരെ പോകണം. അയാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, പിന്നെന്താ, ഇതിലിരുന്നോളൂ, പോകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ബസ് ലിറ്റിൽ ഹവാന വരെ പോവില്ല. മിഡിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ പോവുള്ളൂ. അവിടുന്ന് വേറൊരു ബസ്സിൽ മാറി കയറി പോകണം. ആ ബസ് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, എനിക്ക് ഈ നഗരം തന്നെ വലിയ പരിചയമില്ല. എന്നാൽ സാരമില്ല, അവിടെ ഇരുന്നു, അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ ആ ബസ്സിൽ കയറ്റിവിടാം. വളരെ ഫ്രണ്ട്ലി. ചില സ്ഥലങ്ങളിലൊക്കെ അമേരിക്കൻ ഡ്രൈവർമാരും ഇത്തരത്തിൽ ബസ്സുകളിലെ ഡ്രൈവർമാരും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പെരുമാറുക. അപ്പോൾ ഈ ബസ്സിനകത്ത് കുറേ ആളുകളുണ്ട്. ഇതിനകത്ത് കൂടുതലും വൃദ്ധരായവരും വിദ്യാർത്ഥികളും ഒക്കെയാണ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എത്രയാണ് ഇതിൻ്റെ ടിക്കറ്റ്? പുള്ളി പറഞ്ഞു, ടിക്കറ്റൊന്നും ഇരുന്നാൽ മതി. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു, ഇത് ഫ്രീ സർവീസാണ്. അമേരിക്കയിലെ പല പട്ടണങ്ങളിലും ഇത്തരത്തിൽ ബസ്സുകൾ ഫ്രീ ആയിട്ട് സർവീസ് നടത്തുന്നുണ്ട്. അത് വൃദ്ധർ, തൊഴിലില്ലാത്തവർ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ ഇതിനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞാനങ്ങനെ ഇരുന്നു. ബസ് പുറപ്പെട്ടു. ബസ് ആ മയാമിയുടെ മനോഹരമായ തെരുവുകളിലൂടെ എല്ലാം സഞ്ചരിച്ച് മിഡിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് വണ്ടി നിർത്തിയിട്ട് ഓഫാക്കിയിട്ട് ഡ്രൈവർ എന്നെ വിളിച്ചു, കൂടെ വരാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് ദൂരം നടന്ന് മറ്റൊരു ബസ്സിൻ്റെ ഡ്രൈവറെ പരിചയപ്പെടുത്തി. അത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അതിൽ കയറിയിരുന്നു. ആ ബസ് വീണ്ടും യാത്രയായി. ഈ ബസ് യാത്ര ചെയ്ത് കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഞാൻ ഡ്രൈവറുടെ അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, ലിറ്റിൽ ഹവാന ഇത് തന്നെയാണോ? അപ്പോഴാ പുള്ളി പറഞ്ഞു, അയ്യോ, അതൊരു 2 സ്റ്റോപ്പ് പുറകിലായിരുന്നു. ഒരു കാര്യം ചെയ്യേ, ഈ ബസ് തിരിച്ചു പോകുന്നുണ്ട്, ഉടനെ അതിലിരുന്നോളൂ. ഒരു 10 മിനിറ്റ് അവിടെ കിടന്നിട്ടാണ് ബസ് തിരിച്ചു പോകുന്നത്. ആ 10 മിനിറ്റ് ഞാനവിടെ കാത്തിരുന്നു. ഒടുവിൽ തിരിച്ച് 2 സ്റ്റോപ്പ് പിന്നിലേക്ക് വന്നു. അത് 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ വന്നു, എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനവിടെ ഇറങ്ങി. അവിടെ ശരിക്കും സ്പാനിഷ് ഭാഷയിൽ ആളുകൾ സംസാരിക്കുന്ന, ക്യൂബൻ സംസ്കാരം കാണാൻ കഴിയുന്ന, ക്യൂബൻ തെരുവുകളിൽ എവിടെയോ നമ്മൾ ചെന്നിറങ്ങി നമുക്ക് തോന്നുന്ന മട്ടിലുള്ള നിരവധിയായ റെസ്റ്റോറൻറ്റുകൾ, ബിയർ പാർലറുകൾ, ബാറുകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, സിഗാർ ഷോപ്പുകൾ ഒക്കെയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾക്കും വ്യത്യസ്തമായ രൂപഭാവങ്ങളാണ്. ഈ കെട്ടിടങ്ങളുടെ ചുവരുകളിലെല്ലാം കൂറ്റൻ പെയിൻറ്റിങ്ങുകളാണ്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ ചുവരുകൾ തന്നെ ഒരു ക്യാൻവാസാക്കി മാറ്റിയിരിക്കുക. 2 നിലയോ 3 നിലയൊക്കെ ഉള്ള കെട്ടിടങ്ങളുടെ ഭിത്തി മുഴുവൻ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇടുങ്ങിയ തെരുവുകൾ. ഈ തെരുവിലൂടെ നടക്കുന്നതെല്ലാം ക്യൂബൻ വംശജർ. നിരവധിയായ ബാറുകളും റെസ്റ്റോറൻറ്റുകളും. അവിടേക്കൊക്കെ ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ സിഗാർ ഷോപ്പുകളുണ്ട്. അതാണ് ഏറ്റവും ആകർഷണം. അവിടേക്ക് ടൂറിസ്റ്റുകളും കയറി ചെല്ലും, നാട്ടുകാരും കയറി ചെല്ലും. ധാരാളം ആളുകൾ അവിടെ ചെന്ന് സിഗാറുകൾ വാങ്ങി അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. അത്ര സിഗാർ ഷോപ്പുകളുണ്ട്. അവിടെ സിഗാറിൻ്റെ നിർമ്മാണം, ഡെമോൺസ്ട്രേഷൻ ലൈവായിട്ട് നടക്കുന്നുണ്ട്. ഈ പുകയില ഇങ്ങനെ ചുരുട്ടാക്കി മാറ്റുന്ന ആ പ്രോസസ്സ്. പിന്നെ ഞാൻ ആ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒരു തുറന്ന സ്ഥലം, അവിടെ ഒരു പഴയ കെട്ടിടം. ആ കെട്ടിടത്തിനകത്ത് നിറയെ വൃദ്ധരായ ആളുകൾ. അത് വൃദ്ധർക്ക് ഒത്തുചേരാനുള്ളൊരു സ്ഥലമാണ്. വൃദ്ധർ മാത്രമല്ല, ചെറുപ്പക്കാർക്കും വേണേൽ വരാം. പക്ഷേ അവിടെ കാണുന്നത് മുഴുവൻ വൃദ്ധരായ ആളുകളാണ്. ഒരു കാലത്ത് ക്യൂബയിൽ നിന്ന് നാടുവിട്ട് ഈ രാജ്യത്തേക്ക് കയറി വന്ന സാഹസികരായ 80ഉം 90ഉം വയസ്സായ വൃദ്ധരെ അവിടെ കാണാം. അവരവിടെ ഒത്തുചേരുന്നത് എന്തിനെന്നറിയോ? ഡൊമിനോസ് എന്ന് പറയുന്ന ഒരു കളിക്ക് വേണ്ടിയിട്ടാണ്. ഡൊമിനോസ് നമുക്കറിയാമല്ലോ, ഒരുതരം ഡൈസ് കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്.
ആ കളി കളിക്കുന്ന ആളുകളാണ് അവിടെ മുഴുവൻ നിരന്നിരിക്കുന്നത്. അവരൊരു സിഗരറ്റും വലിച്ച് അല്ലെങ്കിൽ ഒരു ചുരുട്ടും വലിച്ചിരുന്ന് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ശീതയുദ്ധത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തെ നേരിൽ കണ്ട കമ്മ്യൂണിസം ഒരു രാജ്യത്തേക്ക് കയറി വരുന്നതും അതുവരെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതും ജീവനും കൊണ്ട് കിട്ടിയ ബോട്ടിൽ, മത്സ്യബന്ധന ബോട്ടിലോ കടത്തു ബോട്ടിലോ കയറി അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായി വരികയും ചെയ്യേണ്ടി വന്ന ഒരു തലമുറയാണ് ആ ദിവസങ്ങളിൽ ഞാൻ കണ്ടത്. അവരെയും കണ്ടു കഴിഞ്ഞ് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഈ ബാറുകളെല്ലാം സജീവമായി. ഈ ബാറുകളിലെല്ലാം വൈകുന്നേരമായാൽ രസകരമായൊരു കാഴ്ചയുണ്ട്. മദ്യപിക്കാൻ മാത്രമല്ല അതിനകത്തേക്ക് ആളുകൾ കയറുക, ബിയറും പലതരം ക്യൂബൻ റമ്മുകളും ഒക്കെ അതിനകത്ത് വിൽക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ കയറുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ കയറി ചെല്ലുന്നിടത്ത് ഒരു സംഗീത സംഘം ഉണ്ടാവും. അവർ പലതരം ക്യൂബൻ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കും, പാട്ട് പാടിക്കൊണ്ടിരിക്കും. വായ്പാട്ട് നടത്തുന്നവരുണ്ട്, സംഗീതോപകരണങ്ങൾ മീട്ടുന്നവരുമുണ്ട്. ഒരു ഗംഭീരമായ പെർഫോമൻസാണ് അവിടെ നടക്കുന്നത്. അതിനിടയ്ക്ക് ഇവർ നൃത്തം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരിടത്ത് ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ വഴിയെ തെരുവിലൂടെ നടന്നു പോയ ഒരു സ്ത്രീ, അവർ ഈ പാട്ട് കേട്ട് കുറച്ച് നേരം അവിടെ നിന്നു. എന്നിട്ട് ഈ ബാറിനകത്തേക്ക് കയറി വന്നു. എന്നിട്ട് അവർ നൃത്തം തുടങ്ങി. ഗംഭീരമായ നൃത്തം, ആ പാട്ടിന് ചേർന്ന നൃത്തം. ഈ നൃത്തം തുടങ്ങിയതോടുകൂടി അവിടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരുന്നവരും വെറുതെ കാഴ്ച കണ്ടു നിന്നവരും ഒക്കെ ഈ കൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഈ നൃത്തത്തിനും ഈ സംഗീതത്തിനും ഒരു കണ്ടക്ടറുണ്ട്, ഒരു വൃദ്ധൻ. അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പുകളുടെ ചലനത്തിനനുസരിച്ചാണ് ഈ സംഗീതം പോലും, അതനുസരിച്ചാണ് ഇവിടുത്തെ നൃത്തം. അതിമനോഹരമായ ഒരു സായന്തനം കാഴ്ചയായിരുന്നത്. വ്യത്യസ്തമായൊരു മൂഡ്. അതായത് നമ്മൾ ഹവാനയിലെത്തി അമേരിക്കയുടെ ഭാഗമല്ലാത്ത ആഘോഷം മാത്രം ജീവിതത്തിൻ്റെ ചര്യയാക്കി മാറ്റിയ ഒരു ജനസമൂഹത്തിൻ്റെ ഒപ്പം വൈകുന്നേരം സ്പെൻഡ് ചെയ്ത പോലെ അവിസ്മരണീയമായി ഇത്തരം കുറേ കാഴ്ചകളും ചിത്രീകരിച്ചാണ് ഞാൻ വൈകിട്ട് അങ്ങോട്ട് മടങ്ങിയത്. ഇത്രയും കേട്ടപ്പോൾ സുനിലിനും പുറകിലിരുന്ന മത്തായിക്കൊക്കെ അത്ഭുതമായി. ഇതൊക്കെ മയാമിയിലുണ്ടോ? ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ജീവിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ലല്ലോ. ഏതായാലും തിരിച്ച് ചെന്നിട്ടാട്ടെ, ഒരു വീക്കെൻഡിൽ അവിടെ പോകണം, കുടുംബമായിട്ടൊന്ന് പോകണം. വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വലിയൊരു പാലത്തിലേക്ക് ചെന്നതാണ്. 7 മൈൽ ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു പാലമാണ്. ഈ പാലത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ആധുനികമായൊരു പാലമുണ്ട്, അതിൻ്റെ വശത്തുകൂടെ മറ്റൊരു പാലമുണ്ട്. അതൊരു റെയിൽവേ പാലമാണ്. ഈ 7 മൈൽ ബ്രിഡ്ജാണ് ഓവർസീസ് ഹൈവേ എന്ന് പറഞ്ഞ് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഹൈവേയിലെ ഏറ്റവും നീളമുള്ള പാലം. 7 മൈൽ എന്ന് പറഞ്ഞാൽ 11.5 കിലോമീറ്ററാണെന്ന് ഓർക്കണേ. അത്രയും നീളത്തിൽ ഒരു കടൽപ്പാലമാണ്. അതിൻ്റെ അടിയിൽ കൂടെ കടലാണ്. ആ കടൽ മാത്രമല്ല, ചില ഭാഗത്ത് പാലം ഇങ്ങനെ പൊങ്ങിയാണ് കടന്നു പോകുന്നത്. ആ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആകാശത്തുനിന്ന് ഈ ദ്വീപുകളെയും അതിനെ കണക്ട് ചെയ്യുന്ന നിരവധിയായ പാലങ്ങളെയും ആ ഭൂപ്രകൃതിയും കടലും എല്ലാം കാണാവുന്ന മനോഹരമായ വിഷ്വൽ കിട്ടും. ഈ പാലം ഇങ്ങനെ പൊങ്ങിക്കയറി പോകാൻ കാരണം എന്നറിയോ? അടിയിൽ കൂടെ കപ്പലുകൾക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശത്തൂടെ ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ട്രാക്കാണ്, റെയിൽവേ പാലം. ഈ റെയിൽവേ പാലത്തിനും വലിയൊരു കഥയുണ്ട്. ഈ കീ വെസ്റ്റ് വരെ ഒരു കാലത്ത് ട്രെയിൻ ഓടിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഇത്തരമൊരു പാലത്തിലൂടെ മറ്റു വാഹനങ്ങളില്ലാത്തൊരു കാലമാണ്. ബസ്സോ കാറോ മറ്റു വാഹനങ്ങളോ ഒന്നും പോകാത്തൊരു കാലത്ത് ആദ്യം കീ വെസ്റ്റിലേക്ക് തുടങ്ങിയ ഗതാഗത സംവിധാനം ഒരു ട്രെയിൻ സർവീസായിരുന്നു. ആ ട്രെയിൻ സർവീസ് തുടങ്ങിയത് സർക്കാരല്ല, ഒരു സ്വകാര്യ വ്യക്തി, ഒരു അതിസാഹസികനായ മനുഷ്യൻ. വെറും 20,000 25,000 ആളുകൾ വസിക്കുന്ന ഈ കീ വെസ്റ്റ് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് ഈ പറഞ്ഞ 300 കിലോമീറ്റർ നീളത്തിൽ ഒരു റെയിൽവേ ലൈൻ പണിതു. ഒരു ഭ്രാന്തൻ തന്നെയായിരുന്നു അയാൾ. ഹെൻറി ഫ്ലാഗ്ലർ എന്നായിരുന്നു അങ്ങേരുടെ പേര്. ഈ ഹെൻറി ഫ്ലാഗ്ലർ 1905 ഈ റെയിൽവേ ലൈൻ പണി തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, നിരവധി 100 കണക്കിന് ദ്വീപുകൾ, ഏതാണ്ട് 45-50 പാലം പണിതെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ. പാലം മാത്രം പോരാ, ബാക്കിയുള്ളിടത്ത് മണലിൻ്റെ ചിറകൾ കെട്ടണം, തിട്ടകൾ പണിയണം. ആ മണൽ തിട്ടയിലൂടെ കുറേ ദൂരം ഓടും. തീരെ മണൽത്തിട്ടകൾ കൊണ്ട് ചിറകൾ പണിയാൻ പറ്റാത്തടത്ത് മാത്രമാണ് പാലങ്ങൾ പണിയുന്നത്. അത്തരത്തിലേണ്ട 45-50 പാലങ്ങൾ ഉണ്ടാകണം. അതിൽ ചിലത് 7 മൈലും 8 മൈലും വരെ നീളമുള്ള പാലങ്ങൾ പണിയണമെന്ന് ഓർമ്മ ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും ഹെൻറി ഫ്ലാഗ്ലർ 1912 റെയിൽവേ ലൈൻ പണി പൂർത്തിയാക്കി. 1930കളുടെ അവസാനം വരെ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. അതുവരെ ട്രെയിനായിരുന്നു ഈ കീ വെസ്റ്റിലേക്കുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനം. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ മാത്രമല്ല യാത്ര ചെയ്തത്. ഈ അത്ഭുതം കാണാൻ, ഈ അത്ഭുത ട്രെയിനിലൂടെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് 10,000 ആളുകൾ ഈ റെയിൽവേ ഉപയോഗിച്ചു. പക്ഷേ അക്കാലത്തുണ്ടായ വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റ് ഈ പാളത്തെയും ഈ സംവിധാനത്തെ എല്ലാം തകർത്ത് കളഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് ഹൈവേ പ്രധാന ഗതാഗതോപാധിയായത്. അതോടുകൂടി ആ ചുഴലിക്കൊടുങ്കാറ്റിന് ശേഷം പിന്നെ അങ്ങോട്ട് റെയിൽവേ ഓടിയിട്ടില്ല. പല ഭാഗവും റെയിൽവേ തകർന്നുപോയി, ആ റെയിൽവേ ലൈൻ തകർന്നുപോയി. അങ്ങനെ അതിസാഹസികന്മാർ, അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ചേർന്നാണ് അമേരിക്ക എന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രം ഉണ്ടാക്കിയത്. അല്ലാതെ അവിടുത്തെ സർക്കാരുകളുടെ സൗജന്യത്തിന് വേണ്ടി ആരും കാത്തു നിന്നില്ല. സംരംഭകർ മുന്നിട്ടങ്ങ് ഇറങ്ങുകയാണ്. അത്ഭുതകരമായ കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് മുതൽ സിനിമ കണ്ടുപിടിച്ചത് മുതൽ ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ചതുവരെ ഇന്നത്തെ ഫേസ്ബുക്കും ഗൂഗിളും യൂട്യൂബും വരെയുള്ള സംവിധാനങ്ങൾ വരെ ഉണ്ടാക്കിയതെല്ലാം സ്വകാര്യ വ്യക്തികളാണ്.
അതാണ് ലോകത്തെ ഭരിക്കുന്ന ശക്തിയാക്കി അമേരിക്കയെ മാറ്റിയെന്ന് ഓർക്കണം. നമ്മളെല്ലാം സർക്കാരിങ്ങ തരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം നമ്മുടെ സ്വകാര്യ വ്യക്തികളെ, നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിയെ ഉണർത്തി അവരെ സംരംഭകരാക്കിയാൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ പറ്റും. അതല്ലാതെ വേറൊരു വഴിയില്ല. സർക്കാർ ഗ്രാൻറ്റും സഹായവും പെൻഷനും കൊണ്ട് ലോകത്തിൻ്റെ ഔന്നത്യത്തിലെത്തി ഒരു രാജ്യത്തെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നൊരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. അതിൻ്റെ അവസ്ഥ എന്തായെന്നറിയാം. ആ സോവിയറ്റ് യൂണിയൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ചൈന അപ്പം തന്നെ ചുവട് മാറ്റി സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ BYD എന്ന് പറയുന്ന ടെസ്ലയെ വെല്ലുവിളിക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വരെ ഉണ്ടായത് ചൈനയിൽ നിന്നാണെന്ന് ഓർക്കണം. സ്വകാര്യ സംരംഭകരുടെ ബുദ്ധിയിൽ നിന്ന്. 300 കിലോമീറ്റർ നീളത്തിൽ കടലിലൂടെ റെയിൽവേ ലൈൻ പണിയുക, പാലങ്ങളിലൂടെ. അതിന് വേണ്ട കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ജർമ്മനിയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നുമാണ് സിമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് വേണം പാറക്കല്ല് കൊണ്ടുവരാൻ. അതുപോലെ തന്നെ എന്തിനേറെ ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യണമെങ്കിൽ വെള്ളം വേണം. കൂറ്റൻ ബാർജുകളിൽ മയാമി പോർട്ടിൽ നിന്നാണ് ഇവിടെ ഇത് നനയ്ക്കാനും സിമെൻറ്റ് മിക്സ് ചെയ്യാനുള്ള വെള്ളം പോലും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ 300 കിലോമീറ്റർ ദൂരത്തിൽ ഈ മനുഷ്യൻ ഇത് അത്ഭുതം സൃഷ്ടിച്ചെന്ന് ഓർക്കണം. ഈ 7 മൈൽ ബ്രിഡ്ജിലൂടെയുള്ളൊരു യാത്ര അവിസ്മരണീയമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് വീണ്ടും ഒരു ദ്വീപിലേക്ക് ചെന്നിറങ്ങുന്നു. ആ ദ്വീപിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ദ്വീപിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോകണം. ഈ ഹൈവേ കൂടെ മാത്രം പോയ കാര്യമില്ലല്ലോ. ശരി, വണ്ടി വിട്ടു. അപ്പോൾ പറഞ്ഞു, വീട്ടിലൊന്നും കയറാൻ പറയരുത്, അവിടെയൊക്കെ വീടുകളിലേക്ക് കയറണമെങ്കിൽ നേരത്തെ അനുമതിയൊക്കെ മേടിക്കണം, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഈ മെയിൻ ഹൈവേ വിട്ട് ഉള്ളിലേക്ക് കുറച്ചൊക്കെ ഓടി. കുറച്ച് ചെല്ലുമ്പോൾ അവിടുത്തെ വീടുകളൊക്കെ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. തൂണുകളിലാണ്. 2 നിലയുള്ള പോലെ തോന്നുന്നു. അടി തൂണാണ്. ആ തൂണുള്ള ആ അടിനിലയിൽ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു, വസ്ത്രങ്ങൾ ഉണങ്ങാനിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ പോലുള്ള ഉപകരണങ്ങൾ ഇരിക്കുന്നു. മുകളിലത്തെ നിലയിലാണ് മനുഷ്യർ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതെന്താ കാര്യം? പറഞ്ഞു, ഇത് നിങ്ങൾക്കറിയാൻ മേലെ, ഈ ഭാഗം ഫ്ലോറിഡ എന്ന് പറയുന്നതും ഈ കീ വെസ്റ്റ് ഉൾപ്പെടുന്ന ഈ ദ്വീപ് സമൂഹമൊക്കെ ഏറ്റവും കൂടുതൽ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. 2017 ഇർമ കൊടുങ്കാറ്റ്, ചുഴലിക്കൊടുങ്കാറ്റ് അടിച്ചിട്ട് അധികം നാളുകൾ കഴിയുന്നതിന് മുമ്പാണ് ഞാൻ അതിലൂടെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ദ്വീപുകളിൽ പലയിടത്തും കിടക്കുന്നുണ്ട്. തകർന്നു കിടക്കുന്ന പല വീടുകൾ, മേൽക്കൂര പോയ വീടുകൾ, മറിഞ്ഞു കിടക്കുന്ന മരങ്ങൾ, ഇതൊന്നും പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബാക്കി പലതും പുനർനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ചുഴലിക്കൊടുങ്കാറ്റുണ്ടാക്കുമ്പോൾ ഫ്ലോറിഡ ജീവിക്കുന്ന നിങ്ങളെ ഇതൊക്കെ ബാധിക്കില്ല, എങ്ങനെയാണ് ആ ദിവസങ്ങളൊക്കെ ഓർക്കുന്നത്? പറഞ്ഞു, ഞങ്ങൾക്ക് ആഴ്ചകൾക്ക് മുമ്പേ വാണിംഗ് കിട്ടും, വാർത്തകൾ വരും. അമേരിക്കയിലെ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനം കുറേ ആക്യുറേറ്റാണ്. അവിടെ ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചുഴലിക്കൊടുങ്കാറ്റ് തീവ്രമായ ഇർമയൊക്കെ പോലുള്ള വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ഉണ്ടാകുമെങ്കിൽ അവർ അത് ബാധിക്കുന്ന പ്രദേശത്തെ സർവ്വ മനുഷ്യരെയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് മാറ്റും. അവരെ മാറ്റി സുരക്ഷിതമായ ചുഴലിക്കൊടുങ്കാറ്റ് വരാത്ത ഭാഗത്തെ സ്കൂളുകൾ, കമ്മ്യൂണിറ്റി സെൻറ്ററുകൾ, ഹോട്ടലുകൾ, വലിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇവിടേക്കൊക്കെ മാറ്റി പാർപ്പിക്കും. അവിടെയൊക്കെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകും. ടോയ്ലറ്റ്സ്, ഫുഡ് വിതരണം ചെയ്യാനുള്ള സംവിധാനം, ഇതെല്ലാം. കൂടാതെ ഇത്തരത്തിൽ മാറ്റി പാർപ്പിക്കുന്ന എല്ലാ മനുഷ്യർക്കും, എല്ലാ കുടുംബത്തിനും ആ ദിവസങ്ങളിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഡോളറുകൾ അവർക്കങ്ങ് കൊടുത്തേക്കും. അവരുടെ ദുരിതാശ്വാസ സഹായം എന്ന നിലയിൽ കൊടുക്കും. അത് കൂടാതെ തന്നെ ഈ എല്ലാ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ എല്ലാം വിച്ഛേദിക്കും. എന്നിട്ട് പട്ടാളം ഉൾപ്പെടെ ജാഗരൂകരായി കാത്തു നിൽക്കും. ഈ ചുഴലിക്കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ പലപ്പോഴും വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. പക്ഷേ അധികം മനുഷ്യനാശം അവിടെ ഉണ്ടാകാറില്ല. കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയെന്നിരിക്കും, റെയിൽവേ ലൈനുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ പോയെന്നിരിക്കും. പക്ഷേ ഇതെപ്പോൾ തീരുമെന്ന് ഇവർക്കറിയാം. ഈ തീരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള വലിയൊരു ഫോഴ്സിനെ ഇവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. ഈ ചുഴലിക്കൊടുങ്കാറ്റ് കടന്നുപോയ ഉടൻ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ പ്രവർത്തകർ രംഗത്തിറങ്ങും. അതിനകത്ത് ടെക്നീഷ്യന്മാർ, എൻജിനീയർമാർ, ഇലക്ട്രിക്കൽ എക്സ്പേർട്ടുകൾ എല്ലാവരും ഉണ്ടാവും. അവരെല്ലാം ചേർന്ന് ഒരു 24 അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുനരുജ്ജീവിക്കും. ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കും, മറ്റ് ഫെസിലിറ്റികളെല്ലാം സെറ്റാക്കും, പ്രധാനപ്പെട്ട സപ്ലൈ സംവിധാനങ്ങളെല്ലാം റെഡിയാക്കും. അത്യാവശ്യം പുനരുദ്ധരിക്കാവുന്ന വീടുകൾ, പൊതുസ്ഥലങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കും. പിന്നെയും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത്തരം ദുരിതാശ്വാസ സ്ഥലങ്ങളിലോ ഹോട്ടലുകളിലോ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കും. അവർക്ക് അടുത്തൊരു 3 മാസത്തേക്ക് ഏകദേശം ഒരു 1.5-2 ലക്ഷത്തോളം രൂപയ്ക്ക് തുല്യമായ ഏതാണ്ട് 1800-2000 ഡോളർ ഓരോ വ്യക്തിക്കും ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം അവരുടെ വീട് പോയിട്ടുണ്ടാവാം, അവരുടെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവെങ്കിലും ഇവർ ദുരിതത്തിലും പട്ടിണിയാവില്ല. ആ സമയം കൊണ്ട് ഈ വീടുകൾ പുനരുദ്ധരിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കും, അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കും. വലിയ സ്വകാര്യ കമ്പനികൾ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കാരൊക്കെ രംഗത്തിറങ്ങി 2 അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഇതെല്ലാം പഴയപടിയാകും. അപ്പം വലിയൊരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ തീവ്രമായ ആക്രമണം കഴിഞ്ഞും ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പം ആ നഗരം പഴയപടിയായിട്ടുണ്ടാവും.
അങ്ങനെ ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തിലാണ് ഏത് പ്രതിസന്ധി അവർ കാണുന്നത്. കാരണം ഈ ഫ്ലോറിഡയും ന്യൂ ഓർലിയൻസും ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പം ഈ ചുഴലിക്കൊടുങ്കാറ്റടിക്കും. അപ്പോൾ അതിനെ ഒരു യഥാർത്ഥ പ്രശ്നമായിട്ട് അവർ കണ്ട് അതിനുവേണ്ടി ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെ ദീർഘമായ യാത്രയ്ക്കൊടുവിൽ ഏതാണ്ട് 4 മണിക്കൂർ ഓടി ഞങ്ങൾ കീ വെസ്റ്റ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തി. ഒരു പാലം ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് ഈ ദ്വീപ് സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ദ്വീപായ കീ വെസ്റ്റിലേക്കാണ്. ഈ കീ വെസ്റ്റ് കഴിഞ്ഞും ചെറിയ 1-2 ദ്വീപുകളൂടെയുണ്ട്. പക്ഷേ കീ വെസ്റ്റാണ് പ്രധാന കേന്ദ്രം. തെക്കേ അറ്റം, അമേരിക്കയുടെ USA തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ ഈ കീ വെസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കീ വെസ്റ്റിന് ഏകദേശം 1.5 കിലോമീറ്റർ വീതിയും ഒരു 6 കിലോമീറ്റർ നീളമുള്ളത്. പക്ഷേ അവിടെ ധാരാളം വീടുകളുണ്ട്, ഏതാണ്ട് 800-ലധികം ഹോട്ടലുകളുണ്ട്. അതും 4 സ്റ്റാർ 5 സ്റ്റാർ നിലവാരമുള്ള ഹോട്ടലുകൾ. അമേരിക്കയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഏറ്റവും ചുരുങ്ങിയൊരു സ്ഥലം, ഏറ്റവും ചെറിയൊരു സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കീ വെസ്റ്റ് ആയിരിക്കും. അവിടെ ഈ എൻ്റർടൈൻമെൻറ്റിന് ഉള്ളതെല്ലാം ഒരുങ്ങിയിരിക്കുക. നമ്മൾ ഈ കടന്നു വന്ന ദ്വീപുകൾ മുഴുവൻ, ഈ കടൽപ്പാലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ എൻ്റർടൈൻമെൻറ്റിന് കൊണ്ട് ഒരുങ്ങിയിരിക്കുക. വാട്ടർ സ്പോർട്സ് മുതൽ പാരാസെയിലിങ്, അതുപോലെ തന്നെ ഫിഷിങ്, സൈക്ലിങ്, ബോട്ടിങ്, യോട്ടിങ്, ഇങ്ങനെ എന്തെല്ലാം എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നടക്കുന്ന ദ്വീപുകളാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കീ വെസ്റ്റ്. അപ്പോൾ ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഏറ്റവും സുപ്രധാനമായ തന്ത്രപ്രധാന സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കോട്ടയ്ക്കകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങി കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു. വലിയ ആകർഷകമൊന്നുമില്ല, പക്ഷേ ഈ ചെറിയ ദ്വീപിൽ അത്തരം ഒരു കോട്ട എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതിനിടയ്ക്ക് സ്മാർട്ടേഴ്സ് ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചിൽ ചെന്നിറങ്ങി. നല്ല ഉച്ചനേരമായി, അതുകൊണ്ട് ഈ മണൽ നല്ല തൂവെള്ള മണലാണ്, കണ്ണ് കാണാൻ മേലാത്ത പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന മണൽ. അതിൻ്റെ തീരത്ത് കറ്റമരനുകൾ കിടപ്പുണ്ട്, ഈ പായുള്ള കറ്റമരനുകളാണ്. അതിൽ സാഹസിക യാത്രകൾ നടത്താം. തീരങ്ങളിലെ ആളുകൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അതിമനോഹരമായ ബീച്ച്. കേരളത്തിൻ്റെ ബീച്ചുകളും ഇവിടുത്തെ ബീച്ചുകളുമായിട്ട് യാതൊരു താരതമ്യമില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. വീണ്ടും കീ വെസ്റ്റിൻ്റെ പ്രധാന ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് മുഴുവൻ ബംഗ്ലാവുകളാണ്, അതിമനോഹരങ്ങളായ ബംഗ്ലാവുകൾ. ഈ ബംഗ്ലാവുകൾക്കെല്ലാം മതിൽ കെട്ടി തിരിച്ചിരിക്കുകയല്ല, അതിൻ്റെ എല്ലാം മുറ്റം മനോഹരമായ ലോൺ പിടിപ്പിച്ച് ആ അതിരുകളിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഈ വീടുകളെല്ലാം അതിസമ്പന്നരുടെയാണ്, അവരുടെ അവധിക്കാല വസതികളാണ്. അമേരിക്കയുടെ പല ഭാഗത്ത് ഉള്ള കോടീശ്വരന്മാർക്ക് മാത്രമേ ഇവിടെ വീട് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ആ പാടെ 6 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുള്ളൊരു ഭൂമിയിൽ സാധാരണക്കാർക്കൊന്നും അവിടെ സ്ഥലം മേടിക്കാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾ അതൊക്കെ അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ കൂടി നമ്മൾ സൈമൺ ടൺ ബീച്ചിലേക്ക് എത്തുകയാണ്. നമ്മൾ മുമ്പേ ഇറങ്ങിയ സ്മാർട്ടേഴ്സ് ബീച്ച് ഒരു വശത്താണെങ്കിൽ സൈമൺ ടൺ ബീച്ച് മറുവശത്താണ്. നമ്മൾ ദ്വീപിനെ ഒന്ന് ക്രോസ് ചെയ്ത് സൈമൺ ടൺ ബീച്ചിലെത്തുന്നു. ചെറിയൊരു ബീച്ചാണത്, പക്ഷേ അതിസുന്ദരമായ ബീച്ച്. നല്ല തെളിഞ്ഞ വെള്ളം, അടിത്തട്ട് കാണാവുന്ന വെള്ളം, ഓരങ്ങളിൽ ആഡംബര യോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നു. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമാണ്, എങ്ങനെയാണ് ഈ കീ വെസ്റ്റ് എന്ന് പറയുന്ന ഈ കൊച്ചു ദ്വീപ് ഇത്ര സമ്പന്നമായി മാറിയെന്നറിയോ? അതിനൊരു കഥയുണ്ട്, രസകരമായൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500കളിലും 1600കളിലും എന്തിനേറെ 1800കളുടെ അവസാനം വരെയും ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നും മധ്യ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്നും കരീബിയൻ പ്രദേശങ്ങളിൽ നിന്നും എല്ലാം സമ്പത്തുമായി, വിലപിടിച്ച വസ്തുക്കളുമായി, സ്വർണം പോലുള്ള ഖനിജങ്ങളുമായി, അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി നിരവധി കപ്പലുകൾ അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലേക്കും ന്യൂയോർക്കൊക്കെ പോലുള്ള പ്രദേശങ്ങളിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ സഞ്ചരിച്ചിരുന്നത് ഈ ഭാഗത്തൂടെയാണ്. അവിടെ ആ യാത്രാപഥത്തിൽ കടലിലേക്ക് ഇറങ്ങി തള്ളി നിൽക്കുന്ന ഒരു ദ്വീപാണല്ലോ ഈ കീ വെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ തീരം ചേർന്നാണ് കപ്പലുകൾ പോയിരുന്നത്. അക്കാലത്ത് ശരാശരി 5 കപ്പലുകളെങ്കിലും ഓരോ ദിവസവും ഈ കീ വെസ്റ്റിൻ്റെ ഈ തീരം ചേർന്ന് പോകുമായിരുന്നു അത്രേ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ കീ വെസ്റ്റിൻ്റെ തീരത്ത് മുഴുവൻ കടലിന് ആഴം കുറവാണ്, ആഴം തീരെ കുറവാണ്. നമുക്കതിവിടെ നിൽക്കുമ്പോൾ കാണാം. ഇതിൽ പല ഭാഗത്തും പവിഴപ്പുറ്റുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കും. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് ഈ കപ്പലുകൾ നിയന്ത്രണം വിട്ട് ഈ പവിഴപ്പുറ്റുകളിൽ വന്ന് ഇടിച്ച് കയറും. പിന്നെ ആ കപ്പലുകൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, അടി ഉറച്ചു പോകും. ഈ കപ്പലുകൾ അവിടെ ചെരിയും. അതിലെ ജീവനക്കാരൊക്കെ അവിടെ ഇറങ്ങും. ഇവർക്ക് ഈ വസ്തുവകൾ, ഇതിലുള്ള അമൂല്യ വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുകയല്ലാതെ മാർഗ്ഗമില്ല. ഈ കപ്പലിലുള്ള അമൂല്യ വസ്തുക്കൾ, ഖനിജങ്ങൾ, സ്വർണം, വെള്ളി, അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഈ കീ വെസ്റ്റുകാരുടേതായി മാറുന്നതോടെ അവരതെടുക്കും. വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം തുടർന്നപ്പോൾ കീ വെസ്റ്റിനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായൊരു പ്രദേശമാക്കി മാറ്റി. കടലിൻ്റെ കുസൃതികൾ ഒരു നാടിനെ സമ്പന്നമാക്കിയ കഥ. ആ കഥ കേൾക്കാനും അത് ആസ്വദിക്കാനും അവിടേക്ക് ഒഴുകുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും. ആ കഥകളോർത്ത് ആ തീരത്ത് ഞാനിങ്ങനെ നിന്നു. അലാസ്ക
റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.